ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ലൊരു പ്രഭാതം നമ്മെ വിട്ട് കടന്നുപോയി. ഈ ദിവസത്തിന്റെ സമാപന മണിക്കൂറിലേക്ക് നമ്മൾ സമീപിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ദൈവത്തിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ അധരങ്ങളാൽ ദൈവത്തെ സ്തുതിക്കാം. ഈ സമയം ഒരു പ്രത്യേക ഗാനവുമായിട്ട് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുകയാണ്. അതിനായി പ്രിയ മകനെ ദൈവനാമത്തിൽ മുന്നോട്ട് ക്ഷണിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ സന്നിധിയിൽ അല്പസമയമായി നീയൻ സ്വന്തം, നീയൻ പക്ഷം, നീറും വേളകളിൽ ആഴിയിൻ ആഴങ്ങളിൽ ആനന്ദം നീ എനിക്ക്. നീയൻ സ്വന്തം, നീയൻ പക്ഷം, നീറും വേളകളിൽ ആഴിയിൻ ആഴങ്ങളിൽ ആനന്ദം നീ എനിക്ക്. ചൂരച്ചെടിയിൻ കീഴിലും നിൻ സാന്നിധ്യമരുളും നാഥനേ, നീയൻ സ്വന്തം, നീയൻ പക്ഷം, നീറും വേളകളിൽ ആഴിയിൻ ആഴങ്ങളിൽ ആനന്ദം നീ എനിക്ക്. ചൂടേറിയ മരുയാത്രയതിൽ ദാഹത്താലെന്നാവു വരളുമ്പോൾ ഹാഗാറിൻ പൈതലിൻ കരച്ചിൽ കേട്ടവനാത്മദാഹം തീർത്തിടും. ചൂടേറിയ മരുയാത്രയതിൽ ദാഹത്താലെന്നാവു വരളുമ്പോൾ ഹാഗാറിൻ പൈതലിൻ കരച്ചിൽ കേട്ടവനാത്മദാഹം തീർത്തിടും. നീയൻ സ്വന്തം, നീയൻ പക്ഷം, നീറും വേളകളിൽ ആഴിയിൻ ആഴങ്ങളിൽ ആനന്ദം നീ എനിക്ക്. ചതഞ്ഞയോടയൊടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ, വിലാപങ്ങളെ നൃത്തമാക്കുന്നവൻ, വിടുതലിൻ ദൈവം എൻ്റെ യേശു. ചതഞ്ഞയോടയൊടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ, വിലാപങ്ങളെ നൃത്തമാക്കുന്നവൻ, വിടുതലിൻ ദൈവം എൻ്റെ യേശു. നീയൻ സ്വന്തം, നീയൻ പക്ഷം, നീറും വേളകളിൽ ആഴിയിൻ ആഴങ്ങളിൽ ആനന്ദം നീ എനിക്ക്. ആമേൻ. അനുഗ്രഹീതമായ നല്ലൊരു ഗാനം കേൾക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിച്ചു. പ്രിയമകനെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, അല്പസമയം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൽ നിന്ന് ചിന്തിച്ച് പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ ശുശ്രൂഷ
ഈ ദൈവവചന ചിന്തയിൽ നിന്ന് പ്രാർത്ഥനയോടെ നമുക്ക് ഇരിക്കാം. ഇന്ന് അല്പസമയ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന ഒരു ഭാഗം, കർത്താവായ യേശു ക്രിസ്തു താൻ ഇരുന്ന ഇടങ്ങളെ പറ്റി വേദപുസ്തകത്തിൽ അനേക സ്ഥലങ്ങളിൽ കാണാൻ തക്കവണ്ണം സാധിക്കുന്നു. അതിൽ ചില ഭാഗങ്ങളെ എടുത്തു പറഞ്ഞ് എന്തിനു വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ഇരുന്ന ആ സ്ഥലങ്ങളിൽ, എന്തിനു വേണ്ടി കർത്താവ് അവിടെ ഇരുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചിന്തിച്ച് പ്രാർത്ഥിക്കാം. ഒന്നാമതായി മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 1-ഉം 2-ഉം ഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ കാണാൻ തക്കവണ്ണം സാധിക്കുന്നത്, അവൻ മലമേൽ കയറി ഇരുന്നു എന്ന് കാണാൻ ഇടയാകുന്നു. നാം ഇവിടെ നമ്മുടെ പ്രകൃതിയിലേക്ക് നാം നോക്കുമ്പോൾ അനേക മലനിരകളൊക്കെ കാണാൻ തക്കവണ്ണം സാധിക്കുന്നു. യേശുക്രിസ്തുവിന്റെ വചന ശുശ്രൂഷകളൊക്കെ നാം പരിശോധിച്ച് നോക്കുമ്പോൾ അവൻ ഗിരിപ്രഭാഷണത്തിലൂടെയാണ് എന്ന് പല ഇടങ്ങളിൽ കാണാൻ തക്കവണ്ണം ഇടയാകുന്നു. അവിടെ കർത്താവായ യേശുക്രിസ്തു മലമേൽ കയറി ഇരുന്നതിന്റെ സാരാംശം ഇങ്ങനെയാണ്. അവിടെ ഉപദേശിപ്പാൻ തക്കവണ്ണം കർത്താവായ യേശുക്രിസ്തു മലമേൽ കയറി ഇരുന്നു എന്ന് കാണുന്നു. എല്ലാ ജനത്തെയും കാണുവാനും എല്ലാവരോടും സംസാരിക്കുവാനും തന്നെ പിൻചെല്ലുന്ന വ്യക്തികൾക്ക് ആത്മീക മന്ന പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി അവൻ മലമേൽ ഇരുന്നു എന്ന് കാണാൻ തക്കവണ്ണം ഇടയാകുന്നു. വീണ്ടും മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യവും 11-ാമത്തെ വാക്യവും നാം ചിന്തിക്കുമ്പോൾ അവൻ വീട്ടിൽ ഭക്ഷണത്തിൽ ഇരുന്നു എന്ന് കാണുന്നു. എന്തുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു അവിടെ ഭക്ഷണത്തിൽ ആ പന്തിയിൽ ഇരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ അനേകരെ തന്നോടൊപ്പം ചേർത്ത് ഇരുത്തുന്നതിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു അവിടെ ഭക്ഷണത്തിന് ഇരുന്നതായി കാണാൻ തക്കവണ്ണം സാധിക്കുന്നു. വീണ്ടും 13-ാം അധ്യായം അതിന്റെ 2-ാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ അവൻ കടലിൽ പടകിൽ ഇരുന്നതായിട്ട് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. കടലിൽ അവൻ പടകിൽ ഇരുന്ന് അവൻ ഉപമകളെ പ്രസ്താവിക്കുന്നതിന് വേണ്ടി, ഉപമകളെ പറയുന്നതിന് വേണ്ടി കർത്താവ് യേശു ക്രിസ്തു പടകിലൂടെ യാത്ര ചെയ്തതായിട്ട് കാണാൻ തക്കവണ്ണം ഇടയാകുന്നു. പ്രിയ ദൈവമക്കളെ, ഈ പറഞ്ഞ 3 ഭാഗങ്ങളിലും കർത്താവായ യേശു ക്രിസ്തു ഇരുന്ന ആ ഭാഗത്തിന്, അല്ലെങ്കിൽ ഇരുന്ന തന്റെ കാര്യങ്ങൾക്ക് ഒരു വലിയ ഉദ്ദേശം ഉണ്ടായിരുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം. വീണ്ടും നാം താഴേക്ക് പഠിക്കുമ്പോൾ 24-ാം അധ്യായം അതിന്റെ 3-ാമത്തെ ഭാഗം പറയുമ്പോൾ അവൻ ഒലിവ് മലയിൽ ഇരുന്നതായിട്ട് ദൈവത്തിന്റെ വചനം പറയുന്നു. അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്, ഭാവി കാലത്ത് സംഭവിപ്പാനുള്ളത് ദേശത്തെ അല്ലെങ്കിൽ ജനത്തെ അറിയിക്കേണ്ടതിന് കർത്താവായ യേശു ക്രിസ്തു വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, ബഥേന്യയിൽ കുഷ്ഠരോഗിയായിരുന്ന ശീമോന്റെ വീട്ടിൽ കർത്താവായ യേശു ക്രിസ്തു അവിടെ ഇരുന്നതായിട്ട് കാണാൻ തക്കവണ്ണം സാധിക്കുന്നു. എന്തുകൊണ്ടാണ് അവിടെ ഇരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തന്റെ 12 ശിഷ്യന്മാരുടെ അല്ലെങ്കിൽ തന്റെ ശുശ്രൂഷയുടെ പൂർത്തീകരണത്തിന്റെ നാളിലേക്ക് അവരെ ഒരുക്കുന്നതിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ആ 12 ശിഷ്യന്മാരെ ഒരുക്കുന്ന ഒരു അനുഭവം. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു അവിടെ ആ ബഥേന്യയിൽ കുഷ്ഠരോഗിയായിരുന്ന ശീമോന്റെ വീട്ടിൽ ഇരുന്നതായിട്ട് വേദപുസ്തകം പറയുന്നു. വീണ്ടും അതിന്റെ 26-ാം അധ്യായം 20-ാമത്തെ വാക്യം പഠിപ്പിക്കുകയാണ്, പന്തിയിൽ ഇരുന്നു എന്ന് വീണ്ടും അവിടെ എടുത്തു കാണിക്കുന്നു. അതിന്റെ ഇങ്ങനെ പറയുകയാണ്, പുതിയ നിയമസഭയെ സ്ഥാപിക്കേണ്ടതിന് വേണ്ടി അവൻ അവിടെ ഇരുന്നു എന്ന്. ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾ എടുത്ത് വായിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ഏത് സന്ദർഭത്തിലാണ് കർത്താവായ യേശു ക്രിസ്തു അവിടെ ഇരുന്നതെന്നും ഇരുന്നതിന്റെ ആവശ്യകത എന്തെന്നും വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ തക്കവണ്ണം സാധിക്കുന്നു. ഇതിന്റെ സമാപന ഭാഗമായിട്ട് ഇങ്ങനെ പറയുന്നു, മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അതിന്റെ 31-ാം വാക്യം പറയുകയാണ്, നാം എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന, നാം വളരെ വാഞ്ചയോടെ കാത്തിരിക്കുന്ന, ലോകമെമ്പാടുമുള്ള ദൈവവിശ്വാസത്തിലായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തോട് ചേർന്നിരിക്കുന്ന അനേക ദൈവമക്കൾ കാത്തിരിക്കുന്നതായ ഒരു ഭാഗം, ന്യായവിധിക്ക് വേണ്ടി അവൻ സിംഹാസനത്തിൽ ഇരിക്കും എന്ന വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. കൊലോസ്യർ 1:26-27, ലൂക്കോസ് 2:46 പഠിക്കുമ്പോൾ ഒരു വലിയ ന്യായ വിസ്താരത്തിനായിട്ട് അവൻ സിംഹാസനത്തിൽ ഇരിക്കുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നാം ഇന്ന് അനേക ഇടങ്ങളിൽ നമ്മൾ ഇരിക്കാറുണ്ട്. നാം ദൈവമക്കളാണ്. നാം ഇരിക്കേണ്ടുന്ന ഇടം എങ്ങനെയായിരിക്കണം, ഞാൻ പോകേണ്ടുന്ന വഴി എങ്ങനെയായിരിക്കണം? 1-ാം സങ്കീർത്തനം അതിന്റെ 1-ാം വാക്യം പറയുന്നു, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ നാം ഇരിക്കരുത് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അപ്പോൾ എന്റെ ഇരിപ്പ് ഞാൻ എവിടെയാണ് ആയിരിക്കേണ്ടത്? ഞാൻ ഇന്ന് വൈകുന്നേരം എവിടെയാണ്, ഞാൻ ആരോടുകൂടെയാണ് ഞാൻ ഇരിക്കുന്നത്? പ്രഭാതത്തിൽ ഞാൻ ആരോടുകൂടെയാണ് ഞാൻ സമയം ചെലവഴിച്ചത്? ഞാൻ ശരിയായ ദിശയിലേക്ക് നോക്കിയാണോ എന്റെ സമയം ചെലവഴിച്ചത്? അല്ലെങ്കിൽ ഞാൻ ഇരുന്ന ആ ഇരിപ്പ് കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്ന് ഞാൻ ദൈവത്തോടൊന്ന് ചോദിക്കേണ്ടത് ആവശ്യമാണ്.
ചില ദിവസങ്ങൾക്ക് മുൻപ് എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാനിങ്ങനെ വഴി യാത്രയായി നടന്നു പോകുന്ന സമയം ഒരു മനുഷ്യൻ അവിടെ ഒരു സ്ഥലത്ത് ഇരിക്കുന്നതായിട്ട് ഞാൻ കാണാൻ തക്കവണ്ണം സാധിച്ചു. ആ മനുഷ്യനോട് ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് ഇവിടെ ഇരിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ വെറുതെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിലേക്ക് ഒരു പേപ്പർ അദ്ദേഹം വെച്ച് നീട്ടുവാൻ തക്കവണ്ണം ഇടയായി. ഞാൻ ആ പേപ്പർ വാങ്ങി ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് പോയി. ഞാൻ പിറ്റേ ദിവസവും അതുവഴി വന്നപ്പോൾ ആ മനുഷ്യൻ അവിടെ തന്നെ ഉണ്ട്. ആ മനുഷ്യൻ, ഞാൻ വീണ്ടും അദ്ദേഹത്തോട് തുടർന്ന് സംസാരിക്കാൻ ഇടയായി. ആ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, ഒരു കാലത്ത് ഞാൻ വിശ്വാസമില്ലാതെ ദൈവഭയമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടന്നവനായിരുന്നു. എന്നാൽ ദൈവം എന്നെ സ്പർശിച്ചു. എനിക്ക് തന്ന വെളിച്ചം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ ഈ വചനം ലഘുലേഖകളായി അനേകരിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം ഞാൻ താല്പര്യപ്പെടുന്നു എന്ന് ആ മനുഷ്യൻ പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഈ സമയം നിങ്ങളത് ശ്രദ്ധയോടെ ശ്രവിക്കുകയാണെങ്കിൽ എനിക്ക് ലഭിച്ച വെളിച്ചം മറ്റുള്ളവർക്ക് കൂടി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആ വഴിയോരത്തിരുന്ന മനുഷ്യനെ പോലെ ഞാൻ ഇരിക്കുന്ന ഇടം ശരിയാണോ എന്നൊരു നിമിഷം നമ്മളൊന്ന് ചിന്തിക്കുക. നാം ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണെങ്കിൽ സ്വർഗസ്ഥനായ ദൈവം നാം ഇരിക്കുന്ന ഇരിപ്പിടത്തെ അത് ദൈവഹിതപ്രകാരം പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുന്നതായിട്ട് കാണുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കും. ഈ സായാഹ്ന സമയം നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹത്തിന്റെ നിമിഷങ്ങളായി സ്വർഗത്തിലെ ദൈവം നൽകട്ടെ. എല്ലാവരുടെയും പ്രാർത്ഥനയോടുകൂടി ദൈവം നിങ്ങളെ ഒരുക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് ഈ സമയം നമ്മുടെ തലകളെ വണക്കാം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. മഹോന്നതങ്ങളിൽ അധിവാസം ചെയ്യുന്ന ആ സ്വർഗീയ വാഴ്ത്തപ്പെട്ട പിതാവായ ദൈവമേ, കൃപയാൽ ലഭിച്ച നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതം മുതൽ ഈ സമയം വരെ ഞങ്ങളെ കരുതിയതിനായി നല്ല കൃപകൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്നത്തെ ദിവസം ഞങ്ങളെ വിട്ടു പോകുമ്പോൾ എത്രയോ പേരിന്ന് പ്രഭാതം മുതൽ ഈ സമയം വരെയും നമ്മോടൊപ്പം എണീറ്റ് അവരുടേതായ സകല കാര്യങ്ങൾക്കും പോയി മടങ്ങി ഭവനങ്ങളിലേക്ക് എത്തിച്ചു വരാൻ സാധിക്കാതെ വഴിയിൽ വെച്ച് പൊഴിഞ്ഞു പോയ പുഷ്പം പോലെ ആയിരിക്കുമ്പോൾ ഇത്രത്തോളം അടിയങ്ങളെ ശക്തിപ്പെടുത്തി ബലപ്പെടുത്തി ഇന്നത്തെ ദിവസത്തിന്റെ സായാഹ്നം കൂടി കാണുവാൻ ദൈവം ഞങ്ങളെ ഒരിക്കൽ നല്ല കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, ദൈവമേ, ഇന്നത്തെ പ്രഭാതം ഞങ്ങൾക്ക് അനുഗ്രഹമായി നൽകിയതുപോലെ ഈ സായാഹ്നവും ഇന്നത്തെ രാത്രികാലവും ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹപ്രദമായി ഞങ്ങൾക്ക് നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക കർത്താവെ, അനുഗ്രഹീതമായ നല്ലൊരു ഗാനം കേൾക്കുവാൻ ഞങ്ങൾക്കിടയായി. കർത്താവെ, ആ പാട്ടിന്റെ വരികളിൽ പറയുന്ന പോലെ ദൈവത്തിൽ ഏറ്റവും ആഴത്തിൽ ഇറങ്ങി നിൽക്കുവാൻ, ക്രിസ്തുവിൽ ഏറ്റവും പ്രത്യാശ വയ്ക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രിയിൽ സുഖഭദ്രമായ ഉറക്കത്തെ എല്ലാവർക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രഭാതത്തിൽ എഴുന്നേറ്റ് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് സകല കാര്യതകളിൽ ഏർപ്പെടുവോളം അങ്ങയുടെ കൃപയും സമാധാനവും ദൂതന്മാരുടെ കാവലും കൊണ്ട് ഞങ്ങളെല്ലാവരെയും നിറയ്ക്കുകയും ഇന്ന് ഇത് ശ്രവിക്കുന്ന എല്ലാ മക്കളുടെ മേലും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നൽകണമെന്നും ക്രിസ്തുവിൽ കൂടി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം പരിശുദ്ധനായ ദൈവമേ. ആമേൻ. ഇത്രയും സമയം ഞങ്ങളെ ശ്രവിച്ച എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.